ഹലോ, ഹരിനന്ദൻസ് വ്ളോഗിലേക്ക് സ്വാഗതം. കർക്കിടക മാസമൊക്കെ വരില്ല, അപ്പം വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചതാണേ. അപ്പോൾ രഞ്ജിത്തേട്ടൻ രാവിലെ തന്നെ ഡോറൊക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. സ്റ്റെപ്പ് ലാഡറിൻ്റെ മേലെ കയറിയിട്ടാണ് ജനലൊക്കെ തുടയ്ക്കുന്നത്. ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ഈ സമയത്ത് നല്ല മഴയാട്ടം ഉണ്ടാവുക. കർക്കിടക സംക്രാന്തി എന്നൊന്നല്ല കേട്ടോ അന്ന് പറയാറ്, സംക്രാന്തി എന്നൊക്കെയാണ് കേട്ടോ അച്ചമ്മയൊക്കെ പറയാറുള്ളത്. എൻ്റെ കുട്ടിക്കാലത്ത് വീടിൻ്റെ മുന്നിലൊരു പാടമുണ്ട് കേട്ടോ. ആ പാടത്ത് നിറച്ചും വെള്ളം നിറയും കേട്ടോ. നെൽപ്പാടാണ്, നെല്ലൊക്കെ ഇങ്ങനെ പൊന്തി വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ പലക, ബെഞ്ച് അങ്ങനത്തെയൊക്കെ കഴുകുക ഞങ്ങൾ കുട്ടികളാണ്. അന്ന് പാറോത്തിൻ്റെ ഇല എന്ന് പറഞ്ഞ ഒരു ഇലയൊക്കെ ഉണ്ട് കേട്ടോ. ആ ഇലയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴുകിയിട്ടുണ്ടായിരുന്നത്. ഈ നെറ്റിപ്പട്ടം അനിയൻ്റെ ഭാര്യ അമ്പിളി ഞങ്ങൾക്ക് വീട്ടുകൂടലിന് ഉണ്ടാക്കി തന്നതാണേ. ഈ നെറ്റിപ്പട്ടത്തിൽ വേഗം പൊടി പിടിക്കും കേട്ടോ. അതിനെക്കൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പെയിൻറ്റിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഇത് തുടച്ചെടുക്കുന്നത്. ഈ മ്യൂറൽ പെയിൻറ്റിങ്ങും ആ ബ്രഷ് കൊണ്ട് തന്നെയാണ് കേട്ടോ വൃത്തിയാക്കുന്നത്. ഈ പെയിൻറ്റിങ് ഞങ്ങൾക്ക് വരച്ച് തന്നത് വീടിൻ്റെ ആശാരിപ്പണി എടുത്ത സൂരജേട്ടനാണേ. മൂപ്പര് നല്ലൊരു കലാകാരൻ കൂടിയാണേ. ഈ സോഫ സെറ്റ് ക്ലീൻ ആക്കുന്നതും ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്. ഇത് ഞങ്ങൾക്ക് വീട്ടുകൂടലിന് അനിയൻ തന്നതാണ്. രഞ്ജിത്തേട്ടൻ്റെ അനിയൻ രാജുവേട്ടൻ തന്നതാണ്. പൊടിയടിച്ചാൽ തുമ്മൽ വരുന്നതിനെ കൊണ്ട് ഞാൻ മാസ്കൊക്കെ ഇട്ടിട്ടാണ് ഇത് നന്നാക്കാൻ ഇറങ്ങിയതേ. ഞങ്ങളെ വീട് വരുന്നത് കുറച്ച് ഉള്ളോട്ടാണ്, അതുകൊണ്ട് തന്നെ പൊടീൻ്റെ വല്ലാത്ത ശല്യമില്ല കേട്ടോ. ഇനി രാമായണ മാസം തുടങ്ങിയാൽ ഇവിടെ ഒരു പ്രത്യേക ഫീലാണ്. ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാലക്കൽ ഭഗവതി ക്ഷേത്രം ഉണ്ട്. അവിടെ നിന്ന് ദിവസവും ഉണ്ടാവും കേട്ടോ രാമായണം വായന. അത് കേൾക്കാൻ തന്നെ ഒരു രസമാണ്. പിന്നെ രാമായണ മാസം തുടങ്ങിയ രാവിലെ തന്നെ ശീവോതിക്ക് വെക്കലും എല്ലാം കൂടി ഒരു നല്ല ഒരു അന്തരീക്ഷമാണ് ഉണ്ടാവുക. രാവിലെ ശീവോതിക്ക് വെക്കാനുള്ള ദശപുഷ്പങ്ങളെല്ലാം തന്നെ ഞങ്ങൾ തലേന്ന് വൈകുന്നേരം തന്നെ പോയിട്ട് പറിച്ചു കൊണ്ടുവരാറുണ്ട്. പാടത്തൊക്കെ കുറേ ഉണ്ടാവും കേട്ടോ. പിന്നെ ഫർണിച്ചറിൻ്റെ മേലത്തെ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എല്ലായിടത്തും അടിച്ചു വരികയാണ്. അടിച്ചിട്ട് വാരലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കിടക്കവിരിയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. രഞ്ജിത്തേട്ടൻ പുതിയൊരു മോപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചേ. ഇത് ഉപയോഗിക്കാൻ നല്ല സുഖമാണ്. ഇത് കുറേ ആയിട്ടോ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് കേട്ടോ വാങ്ങിയത്. ഡൈനിങ് ഹാളൊക്കെ തുടക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ബെഡ്റൂമൊക്കെ തുടച്ചേ. നല്ല സുഖമായിട്ട് തുടയ്ക്കാനൊക്കെ പറ്റുന്നുണ്ടേ. ഈ ക്ലീനിങ്ങിൻ്റെ കൂടെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഇട്ടെടുക്കണ കുപ്പിയും പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴുകുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ബെഡ്ഷീറ്റ് മാറ്റുകയാണ് കേട്ടോ. തുടയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ നല്ലോണം വൃത്തിയായിട്ട് വിരിച്ചൊക്കെ ഇട്ടതാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറമെ മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. കുറച്ച് അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ അടിച്ച് വൃത്തിയാക്കിയതാണേ. ഈ സൈഡിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, അതിനെക്കൊണ്ട് അടിച്ചു വരാൻ നല്ല സുഖമാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പം ഈ വെളുക്കും പാത്രങ്ങളും ഒക്കെ എല്ലാ വെളുക്കും ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചേ. ഇത് കഴുകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് സോപ്പും പൊടി, പുളി, പിന്നെ മണ്ണില്ലേ, ചുവന്ന മണ്ണ്, അതാണ്. ചരലൊക്കെ നീക്കിയ മണ്ണാണ് എടുത്തിട്ടുള്ളത്. പണ്ടൊക്കെ ഇങ്ങനെ അച്ചമ്മയൊക്കെ ഇങ്ങനെ ചുവന്ന മണ്ണുകൊണ്ട് ഈ ഓട്ടുപാത്രങ്ങൾ തേക്കുമ്പോൾ നല്ല കളറ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് എടുത്തു നോക്കിയതാണ്. അപ്പോൾ നല്ലോണം വൃത്തിയാവുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ സബീന ഇട്ടിട്ടാണ് കഴുകാറുള്ളത്. ഇപ്രാവശ്യം സോപ്പും പൊടി കൂട്ടിയിട്ട് കേട്ടോ കഴുകിയത്. പിന്നെ നിങ്ങളെ വീട്ടിലും നാട്ടിലൊക്കെ എങ്ങനെയൊക്കെയാണ് സംക്രാന്തി ഒരുക്കങ്ങൾ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.